Hi guys, welcome back to our channel Laska Vlogs. So കുറെ നാളായി നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറെ നാളല്ല ഒരു 1-2 വീക്സ് ആവും. യെസ്, വ്ളോഗ്സ് ഇട്ടിട്ട് കുറെ നാളായി. സോ നമ്മൾ ഇച്ചിരി വർക്ക് ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇയർ എൻഡ് ഒക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോയിരുന്നു. യെസ്, വർക്ക് ഇച്ചിരി ടൈറ്റ് ആണ്. പിന്നെ അങ്ങനെ നാട്ടിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ബ്രെയിൻ സ്റ്റോം ചെയ്തു. എന്താ ഇപ്പൊ ചെയ്യുക, എന്താ വ്ളോഗ് ചെയ്യുക, കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടന്റ് എന്തെങ്കിലും ഇറക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് കുറേയേറെ ഐഡിയാസ് നോക്കി നോക്കി വന്നപ്പോഴാണ് നമുക്ക് ഒരു കിഡിലൻ ഐഡിയ ചിക്കു സജസ്റ്റ് ചെയ്തത്. സോ എന്താണെന്ന് ചിക്കു പറയും. അങ്ങനെ നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്ക് നമുക്കൊരു സാധനം കിട്ടി, ആൽഫബറ്റ് ഡേറ്റിംഗ്. യെസ്, ആൽഫബറ്റ് ഡേറ്റിംഗ്. സോ നമ്മുടെ ആൽഫബറ്റിൽ എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരങ്ങളുണ്ട്. സോ ഓരോ അക്ഷരത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കപ്പിൾസിനും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ 26 എപ്പിസോഡ്സ് ഒരു സീരീസ് ആയിട്ട് ഉണ്ടാവും. സോ നിങ്ങള് യെസ്, നിങ്ങള് ത്രൂ ഔട്ട് ആയിട്ടും കുട്ടി കുട്ടി വ്ലോഗ് ആയിരിക്കും. യെസ്, സോ നിങ്ങൾ ത്രൂ ഔട്ട് ആയിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓൾവേസ് യു ഹവ് ബീൻ സപ്പോർട്ടിങ് അസ്. അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളും നമ്മുടെ കൂടെ ഈ ജേർണിയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ട്രസ്റ്റ് മീ, യു വിൽ ഹാവ് ഫൺ ബിക്കോസ് വി ആർ ഓൾസോ റെഡി ഫോർ എ റോളർ കോസ്റ്റർ റൈഡ്. സോ എന്തായാലും നമ്മള് ഇന്ന് ഈ വീഡിയോയില് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡാണ് ഇറക്കുന്നത് ഇതിന്റെ. സോ നമ്മുടെ ഫസ്റ്റ് ആൽഫബറ്റ് ഇസ് എ. സോ നമ്മള് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു സബ്സ്ക്രൈബ് ആ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ സോ ദാറ്റ് നമ്മൾ പുതിയ വീഡിയോ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് ഓൾസോ കീപ് സപ്പോർട്ടിങ് അസ്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഫസ്റ്റ് ആൽഫബറ്റ് ഇസ് എ. യെസ്, എ. സോ നമ്മൾ വിചാരിച്ചു കുറച്ച് ക്രിയേറ്റീവ്, ഫൺ ആൻഡ് നമ്മുടെ ആർട്ടിസ്റ്റിക് സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാന്ന്. സോ എൻ്റെ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. വി ഹാവ് 5 ഷീറ്റ്സ് ഓഫ് പേപ്പർ ഈച്ച്. പിന്നെ 2 കളർ പേനയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കെച്ച് പെൻസും ഉണ്ട്, ക്രയോൺസും ഉണ്ട്. ഓക്കെ, സോ സോ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, നമുക്ക് 5 കാര്യങ്ങൾ, 5 തിങ്സ് വിൽ നെയിം. ഓക്കെ, റാൻഡം 5 തിങ്സ് വിൽ നെയിം ആൻഡ് നമ്മൾ രണ്ടുപേരും വരയ്ക്കും. വി ക്യാൻ ബോത്ത് യൂസ് ഓൾ ദ കളേഴ്സ് ആൻഡ് സ്കെച്ച് പെൻസ് വിച്ച് ഇസ് ദെയർ. എന്നിട്ട് നമ്മൾക്ക് ആരാണ് നന്നായിട്ട് വരയ്ക്കുന്നത് എന്നൊരു ചുമ്മാ ഒരു കോമ്പറ്റീഷൻ പോലെ നിങ്ങൾ ഓഡിയൻസ് ഡിസൈഡ് ചെയ്താൽ മതി ആരാണ് നന്നായിട്ട് വരച്ചേക്കുന്നതെന്ന് നിങ്ങൾ പറയണം നമ്മളോട്. ഓക്കെ, സോ നമ്മള് 5 ഷീറ്റ്സ് ഉള്ളത് കൊണ്ട് 5 പടങ്ങളായിരിക്കും വരയ്ക്കുന്നത്. റാൻഡം ആയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഒരു പടത്തിന് 5 മിനിറ്റ് ആണ് സമയം കൊടുത്തേക്കുന്നത്. 5 മിനിറ്റ് ഒക്കെ കുറവാണ്, എന്നാലും പിക്കാസോ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. 5 മിനിറ്റ് ഒന്നും പോരാന്നൊക്കെ. വരപ്പില് കഴിവൊന്നും ഇല്ലാതില്ല, നമ്മള് രണ്ടുപേരും അത്യാവശ്യം വരയ്ക്കൊക്കെ ചെയ്യും. ഞാൻ പിന്നെ റെക്കോർഡും ബയോളജിയും ഒക്കെ വരച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് സാരമില്ല. ചിന്നിയുടെ പടം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ചിന്നിയുടെ സ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു കൊലകാരനാണ് ഗൈസ്. ഇതും ഫോർ ഫൺ ആണ്. യെസ്, സോ നമ്മൾ എന്തായാലും ആൽഫബറ്റ് ഡേറ്റിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പം എ വെച്ച് നമുക്ക് വീട്ടിൽ കുറച്ച് ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി തന്നെ ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ആർട്ട്. ഓക്കെ, ആദ്യത്തെ ഓബ്ജക്റ്റ് ആരാ പറയുന്നത്? സ്റ്റോൺ പേപ്പർ സിസർ ഇടാം. ആരാണോ ജയിക്കുന്നത് അവർ ആദ്യത്തെ ഓബ്ജക്റ്റ് പറയും. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ഇതെന്താണ്, സൂചിയാ? ഒന്നുകൂടെ, സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. ഓ ഗൈസ്, ഞാൻ തോറ്റിരിക്കുന്നു. ഓക്കെ, അപ്പൊ ചിക്കു ആദ്യത്തെ ഓബ്ജക്റ്റ് എന്താണ് പറയും? ആദ്യത്തെ ഓബ്ജക്റ്റ് ഭയങ്കര ടഫ് ആയിട്ടുള്ളതൊന്നും പറയരുത് പ്ലീസ്. കുറച്ച് സൗമ്യതയോടെ എളുപ്പമായിട്ടുള്ളത് പറയണം. വീട്ടിലെ പണ്ട് നമ്മള് കുട്ടിക്കാലത്തൊക്കെ വരച്ചോണ്ടിരുന്ന ഒരു സാധനം, വീട്, തെങ്ങ്, മല, ചെടി, മല, സൂര്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തെ സീനറി, അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, റെഡി? അപ്പൊ അവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈമർ വെക്കണ്ടേ? വെക്ക് ഗൈസ്. അപ്പൊ നമ്മള് ടൈമറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കു 5 മിനിറ്റ്സ്. യെസ്, ഓക്കെ. അപ്പൊ our time starts now.
5 minutes. ഓക്കെ, എന്റെ പടം നോക്കി എന്നെ കോപ്പി അടിക്കരുത് കേട്ടോ. വേറൊരു പ്രശ്നമുണ്ട് ഗൈസ്, നമ്മൾ പേന കൊണ്ടാണ് വരയ്ക്കുന്നത്. സോ മായ്ച്ചിട്ട് വരയ്ക്കുന്ന ആ പരിപാടി ഒന്നും നടക്കത്തില്ല. വരച്ചത് തന്നെയാണ്. ഓക്കെ, Two minutes more. ഓ ഷിറ്റ്, ഞാൻ കളർ പോലും ചെയ്തിട്ടില്ല ഗൈസ്. സീൻ. ഷിറ്റ്. Time up. Time ended. ഇത് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അയ്യോ, സർപ്രൈസ്. ഒരു സിനാരിയോ അല്ലെങ്കിൽ സീനാരിയോ ഒക്കെ വരയ്ക്കാൻ എന്ത് 5 minute ഒക്കെ ഭയങ്കര പാടാണ്. പോരാ കേട്ടോ. നെക്സ്റ്റ് പടം ഞാൻ സ്കെച്ച് എടുത്ത് വെക്കാൻ പോവാണ്. ക്രയോൺസ് നമുക്ക് അത്ര പറ്റുന്നില്ല. സ്കെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ആദ്യമേ അങ്ങ് കളർഫുൾ ആയിട്ട് വരച്ചോളാം. എന്റെ ടാക്ടിക്സ്. ഓക്കെ, നെക്സ്റ്റ് പടം ഞാനല്ലേ പറയണ്ടേ? ഓക്കെ, സിമ്പിൾ ആയി നോക്കി പറ. സീനറി 5 മിനിറ്റിൽ വരയ്ക്കാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ. ഒരു സ്കൂള് വരയ്ക്കണം. സ്കൂളോ? അതെ, ടൈമർ വെച്ചോ. സ്കൂളൊക്കെ എങ്ങനെ വരയ്ക്കാൻ? അത് ബിൽഡിംഗ് അല്ലേ? സ്കൂളിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇമാജിൻ ചെയ്ത് വരയ്ക്കണം. ഗെറ്റ് ക്രിയേറ്റീവ്. ശരി, ടൈമർ വെക്കൂ. മണിക്കുട്ടി ഓടട്ടെ. Your time starts now. 5 minutes. Guys. കോപ്പി അടിക്കുന്ന ഗായ്സ്. എനിക്ക് ബ്ലാക്ക് കളർ താ. കഷ്ടമുണ്ട്. അതാ അയ്യോ, ഇത് കഷ്ടാണ് ഗായ്സ്. സമയമേ ഇല്ല. Time is up. നെക്സ്റ്റ്. ഭയങ്കര ടഫാണ്. എനിക്ക് ഒരു പടം പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒരു ഫ്ലവർ വേസ്. ഓക്കെ, Your time starts now. now. പണ്ടേ നമ്മുടെ സ്കൂളിൽ ഒരു ആർട്ട് സാർ അടിപൊളിയായിട്ട് പടം വരയ്ക്കുമായിരുന്നു ബോർഡിൽ. വേറെ ഒന്നും യൂസ് ചെയ്യത്തില്ല, കളറും ക്രയോൺസും ഒന്നുമില്ല. കളർ ചോക്ക് കൊണ്ടുവരും കേട്ടോ ചില ദിവസം. സുദർശനൻ സാർ എന്നായിരുന്നു പേര്. പുള്ളിക്കാരൻ ഫോട്ടോഗ്രാഫിയും ചെയ്യുമായിരുന്നു. നമ്മുടെ സ്കൂളില് ഒഫീഷ്യൽ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന പുള്ളിക്കാരനായിരുന്നു. നല്ല സാറായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ചിക്കു ഇവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് നോക്കിയാ വരയ്ക്കുന്നതെന്ന്. അതാണ്. അതൊക്കെ എന്ത് തേപ്പ് പരിപാടിയാ. റെഡ് എവിടെയാ? എന്റെ റെഡ് എടുത്തോണ്ട് പോയി. എന്റെ റെഡ് മോട്ടിച്ചോണ്ട് പോയി. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഇതാണ് പടം. സോ ബീച്ച്. Time starts now. Yeah.
കഴിഞ്ഞു ഗൈസ്. ആദ്യമായിട്ട് ഞാൻ ഒരു പടം കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഐ ആം സോ ഹാപ്പി. Time is also up. അപ്പൊ ലാസ്റ്റ്. So the last and final വരപ്പ്. Topic is pizza. Pizza. Oh my Your time God. starts now. ടൈം തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു അര സർക്കിൾ വരച്ചതേ ഉള്ളൂ ഗൈസ്. റെഡ് ക്രയോൺസ് എവിടെയാ? ഓ ആ കഴിഞ്ഞു, കുഴപ്പമില്ല. അത് നമ്മൾ തീർത്തിരിക്കുകയാണ് ഫൈനലി. വരച്ചങ്ങ് തീർത്ത്. അയ്യോ ഇറ്റ് വാസ് സോ ഫൺ. പക്ഷെ സമയമില്ലായിരുന്നു. 5 minutes. ടൈം വാസ് വെരി ഷോർട്ട്. എന്നാലും കുഴപ്പമില്ല. എന്റെ അകത്തുള്ള കലാകാരി അങ്ങ് മൊത്തത്തിൽ പുറത്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇറ്റ്സ് ജഡ്ജ്മെന്റ് ടൈം. സോ നമ്മുടെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചില് വരച്ചു പഠിച്ച വീട്. അതെ, സിനാരിയോ, വീട്, മല, ആ സംഭവം. ഒരു സിനാരി ആദ്യം നമ്മൾ ഒരുമിച്ച് തന്നെ റിവീൽ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സിനാരിയോ എങ്ങനെയുണ്ട് നോക്കട്ടെ, കാണിച്ചേ. ഓ, പകുതി കളർ അടിച്ച വീട്. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയ ഗൈസ്, ഈ പൂക്കളിലൊക്കെ കളർ അടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. എന്റെ സൂര്യൻ ചിരിക്കുന്നു. എന്റെ മലയില് കളറില്ല, എന്റേത് മറ്റേ മഞ്ഞ് വീഴുന്ന മലയാണ്. അതുകൊണ്ട് ഓ, എന്തൊരു ഇമാജിനേഷൻ ആണ്. നോക്കി, എന്റെ വീടിന് കളറില്ലാതെ പോയി. കുഴപ്പമില്ല, ഞാൻ എന്തായാലും കംപ്ലീറ്റ്. രണ്ടും നമ്മൾ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ കമന്റ് ചെയ്യുക ആരാ ബെറ്റർ ആയിട്ട് വരച്ചെന്നുള്ളത്. ഓക്കെ ഓക്കെ, സോ അടുത്തത് നമ്മുടെ സ്കൂളായിരുന്നു തീം. സ്കൂൾ അല്ലേ? യെസ്, സ്കൂൾ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്കൂൾ. KV പാങ്ങോട് എന്നാണ് കേട്ടോ ക്ലാസ് റൂമിന്റെ പേര്. എന്നിട്ട് ബോർഡിൽ A² + 2AB + B² നോക്ക. എന്റെ മോനെ, ഒരു ടീച്ചറൊക്കെ വരച്ചിട്ടുണ്ട്. നോക്കിയേ, മാത്സ് ആണ്. ടീച്ചറിന്റെ ഷർട്ടും പാന്റൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ചാ പകുതി പേപ്പർ അല്ല. ഞാൻ ഇവിടെ മറ്റേ നമ്മുടെ സ്കൂളിന്റെ എൻട്രൻസിൽ ഒരു മറ്റേ വലിയൊരു ആർച്ചൊക്കെ ഉണ്ട്. KV പാങ്ങോടെന്നൊക്കെ എഴുതിയിട്ട് ആ സ്കൂളിന്റെ ഒരു വ്യൂ ഉണ്ട്. അത് ഇവിടെ വരയ്ക്കാന്ന് വിചാരിച്ച 5 മിനിറ്റ് കൊണ്ട് ഒരു തേങ്ങയും സാധിച്ചില്ല. എന്തായാലും ഇതാണ് ഞാൻ ശ്രമിച്ചത്. ഇതിന് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ നിങ്ങൾ കമന്റ് ചെയ്യാം. യെസ്, എന്റെ ഇതിലുള്ള ഡീറ്റെയിലിംഗ് കണ്ടോ ഗൈസ്? ബോർഡിലത്തെ ഇതില് മാത്സ് മാത്രം എഴുതുന്ന ബോർഡാണ്. എന്റെ ഇതില് തോട്ട് ഫോർ ദ ഡേ ഉണ്ട്, പ്രസന്റ് ആബ്സെന്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈം ടേബിൾ വരെ ഉണ്ട്. ഓക്കെ, അതാണ് ആ ഡീറ്റെയിലിംഗിനാണ് കേട്ടോ പോയിന്റ്. പക്ഷെ വെള്ള ബോർഡുള്ള സ്കൂളിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ആ ബ്ലാക്ക് എടുത്ത് വെച്ച് കളർ അടിച്ചോണ്ടിരുന്നത്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ശരി, ഓക്കെ. സെക്കൻഡ്. തേർഡ് വൺ ഫ്ലവർ വേസ്. ഓക്കെ, ഇതാണോ നമ്മളുടെ ഫ്ലവർ വേസ്? ഓ സെറ്റ്. ഇതെന്താ ഓട്ടയോ? നടുക്ക് ഓട്ടയല്ല, അതൊരു ഡിസൈൻ ആണ്. ഫ്ലവർ വേസിന്റെ നടുക്ക് അങ്ങ് മുറിഞ്ഞിരിക്കും. പാമ്പിനെ കണ്ടിയും കൊള്ളാം. ഇത് പാമ്പല്ല, ഇതിന്റെ സെയിം സാധനം ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ല കോപ്പി അടിച്ചെന്ന് പറഞ്ഞില്ലേ? ഏതോ ആയിട്ട് എന്താണ് കണ്ടോ? ദിസ് ഇസ് റിയൽ ലൈഫ് ആർട്ട്. സോ ഇൻസ്പയർഡ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്യുക. എന്തായാലും എന്റെ കളർഫുൾ ട്യൂലിപ്സ് കാണുക. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ട്യൂലിപ്സ് ആണ് വരച്ചത് കേട്ടോ. ഇഫ് യു ഡോണ്ട് നോ, ഞാൻ സൺഫ്ലവർ ആണ് വരച്ചത്. കമന്റ് ചെയ്യൂ, ആരാണ് ബെറ്റർ എന്ന് പറയണം. ജെന്യുവൻ ആയിട്ട് പറയണം കേട്ടോ. ഞാൻ ഒരു പോളും കൂടെ ഇട്ടേക്കാം. ഓക്കെ,
അടുത്തത് ബീച്ച്. ബീച്ച്. ഇത് ബീച്ചാ? എവിടെ? ഓ, ഡോൾഫിനൊക്കെ വരച്ചേക്കുന്നു ഗൈസ്. സെറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഒരു മദാമി സായിപ്പൊക്കെ ചില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കൊടയും പിന്നെ ഒരു ബാസ്ക്കറ്റ്, പിക്നിക് സെറ്റപ്പില് ബാസ്ക്കറ്റ്, പിന്നെ ഇവിടെയൊക്കെ ബോട്ടും. എന്റെ തീരെ അങ്ങോട്ട് ശരിയായില്ല. ഈ ബോട്ട് വെള്ളത്തിലാണ് കിടക്കുന്നത്. സായിപ്പും മദാമി മറ്റേ അല്ല, ബോട്ട് വെള്ളത്തിലൊന്നും അല്ല, ആ കരയിലാണ് ഈ ബോട്ടുള്ളത്. ശരി ശരി. ഓക്കെ, സോ ഡോൾഫിനൊക്കെ ഉണ്ട്. നിങ്ങള് കമന്റ് ചെയ്ത് പറയണം. ഓക്കെ, സോ നിങ്ങൾ ഈസി ആയിട്ട് പറയാൻ വേണ്ടി 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആരാണ് വിന്നർ, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ആരാണ് വിന്നർ എന്ന് പറഞ്ഞിരുന്നാൽ മതി. L for ലക്ഷ്മി, A for ആകാശ്, അത് അങ്ങനെ ഇട്ടിരുന്നാൽ ഒരു ഫൈനൽ പോളും ഉണ്ടാവും, അതിലും കൂടി കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് പിസ്സ. ഓക്കെ, ഇതെന്താ എലിയോ? എന്റെ ദൈവമേ, കളറില്ലാത്ത വെള്ള പീച്ച ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അത് അങ്ങനെയൊക്കെയാണ്. അതെന്താ ഉദ്ദേശിച്ച കവി? അതെന്താണ്? ഓ, എടുക്കുന്ന സാധനം എനിക്ക് ചീസ് കണ്ട, മഞ്ഞ ചീസ്. ചീസ് മാത്രം അകത്തുണ്ട്, പിzzക്ക് കളറില്ല കേട്ടോ. എന്റെ നോക്കി ഗായ്സ്, എന്റെ പിസ്സ കറക്റ്റ് ഈക്വലി ഡിവൈഡഡ് ആണ്, പ്രൊപ്പോർഷനേറ്റ് ആണ്. ഞാൻ ഇതില് കുറെ പെപ്പി പനീറിന്റെ പീസസ് ആണ് കേട്ടോ, സ്ക്വയർ സ്ക്വയർ. ആൻഡ് ഹാലപ്പീനോസ് ആണ് മുകളിൽ ഇങ്ങനെ കറുത്തതായിട്ടിരിക്കണ. ആ, പിന്നെ എനിക്ക് ചോക്കലാവ കേക്ക് ഉണ്ട്, പെപ്സിയും ഉണ്ട്. സോ നിങ്ങൾ നോക്കി വോട്ട് ചെയ്യുക കേട്ടോ. There's oregano and chili flakes also. ഡോമിനോസ് എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് ഡോമിനോസ് അയ്യടോ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടോ. അപ്പം എനിക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫൺ ആർട്ട് സെഷൻ. അങ്ങനെ നമ്മുടെ ആൽഫബറ്റ് ഡേറ്റിംഗിലെ ഫസ്റ്റ് ആൽഫബറ്റ് ആയിട്ടുള്ള എ നമ്മള് വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്തായാലും പോള് വോട്ട് ചെയ്യുക ആൻഡ് ആരാണ് വരച്ചത്, ഇതിൽ ഏത് ഡ്രോയിങ് ആണ് ആരുടെയാണോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് കാണാം. അപ്പം എന്തായാലും ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. യെസ്, വാട്ട് ഈസ് ബി? യെസ്, അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക our channel. Don't forget to press the bell icon also. And thank you for always supporting us. So ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Bye bye.